ദ ഗ്രേറ്റ് വൈറ്റ് നോർത്ത്, ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാഷ്ട്രം കാനഡയും യൂറോപ്പിലെ സുന്ദര രാഷ്ട്രം ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയും തമ്മിൽ 2026 ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പിലെ മാച്ച് നമ്പർ 3. സ്കോർ 1-1. കാനഡയ്ക്ക് അനുകൂലമായ എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്ന ഒരു മത്സരം. കാനഡ സുഖമായി ജയിക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന ഒരു മത്സരം. പക്ഷേ സ്കോർ 1-1. മത്സരത്തിൻ്റെ 21ാമത് മിനിറ്റിൽ തന്നെ ബോസ്നിയ സ്കോർ ചെയ്ത് കാനഡൻ ആരാധകരെയും ഞെട്ടിച്ചു. ബോസ്നിയക്കായിട്ട് ഗോൾ നേടിയതാണ് ജാവോ ലൂക്കിച്ചിന്റെ മനോഹരമായ ഇതൊരു ഹെഡിങ് സ്ലൈസിങ് ഹെഡർ മനോഹരമായ കോർണറിൽ നിന്ന് ഫൗളിൽ നിന്ന് ഒരു സ്ലൈസിങ് ഹെഡർ. എനിക്ക് തോന്നുന്ന ഒരു 22ാം നമ്പർ താരം ലാറേയ ക്ലിയർ ചെയ്തൊരു ബോളാണ് കോർണറിലേക്ക് പോയത്. ആ ബോളിനെ എടുത്ത കോർണർ മനോഹരമായി സ്ലൈസിങ് ഹെഡറിലൂടെ ഗോളിയെ വന്ന ബോൾ മനോഹരമായ ഒരു ഗോളായിരുന്നു. വേൾഡ് കപ്പിലെ മറ്റൊരു മനോഹരമായ ഗോൾ ഇന്നലെ. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തുടക്കം തൊട്ട് ഈ കളി ഉണ്ടല്ലോ നമ്മുടെ കണ്ടം കളിയായിരുന്നു. ഒരു സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും ആ സൈഡിലോട്ട് അടിച്ചു കളയുക എന്നൊക്കെ പറയുന്നത് മത്സരത്തിന്റെ ബോൾ കിട്ടുക, അടിച്ചു കളയുക, അങ്ങനത്തെ ഒരു മത്സരം തന്നെയാണ്. ക്ലിയറിങ് ബോസ്നിയയുടെ ഭാഗത്തുനിന്ന് അതേ ഉള്ളൂ. കാനഡ ബോൾ കൊണ്ട് അവരുടെ ഗോൾ പോസ്റ്റിലെത്തും, അവരത് ക്ലിയർ ചെയ്യും. എങ്ങനെയും ബോൾ ക്ലിയർ ചെയ്യുക. പ്രത്യേകിച്ച് 22 ആദ്യത്തെ ഹൈഡ്രേഷൻ ബ്രേക്കിന് മുമ്പ് വീണ്ടും ബോൾ. ഹൈഡ്രേഷൻ ബ്രേക്ക് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവരുടെ ശ്രമം, ബോസ്നിയയുടെ ശ്രമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ എങ്ങനെയും ക്ലിയർ ചെയ്ത് കളയുക എന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളൂ. ഇതിനിടയിൽ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും കാനഡ. പക്ഷേ ഗോൾസ് വിൻ മാച്ചസ് എന്ന് പറയുന്ന പോലെ ഗോൾ വീണാലേ കളി ജയിക്കുള്ളൂ. എന്തോ ഒരു ഭാഗ്യം കൊണ്ടെന്ന് തന്നെ പറയാം ആ ഗോൾ വീണത് കൊണ്ട് സമനില കിട്ടി. അല്ലെങ്കിൽ ഇന്നലെ ബോസ്നിയ അട്ടിമറി നടത്തിയേനെ. അട്ടിമറിക്ക് അപ്പുറം സെക്കൻഡ് ഹാഫിലൂടെയൊക്കെ നടക്കുമ്പോൾ മത്സരം സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ രണ്ട് ടീമുകൾക്ക് ഓരോ അവസരം, മനോഹരമായ ഒരു അവസരം. ബോസ്നിയക്ക് ഇന്നലെ ഭാഗ്യം കൂടെ ഉണ്ടായിരുന്നു തന്നെ പറയാം. കാരണം ആ ഒരു സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് വന്ന ഒരു ഗോൾ, ഒരു നല്ലൊരു ഷോട്ട് ഡിഫൻഡറുടെ കാലിൽ തട്ടി ക്രോസ് ബാറിൽ തട്ടിയിട്ട് മടങ്ങുന്നു. അത് ഗോൾ കയറാതിരുന്നത് ബോസ്നിയയുടെ ഭാഗ്യം തന്നെയാണ്. ആ ഭാഗ്യത്തിലൂടെ തന്നെ ആണ് ഈ മത്സരം സമനിലയിൽ പോയത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് ലാരനാണ് സതാംപ്ടൺ പ്ലെയറായ ലാരനാണ് കാനഡയ്ക്ക് വേണ്ടിയിട്ട് സ്കോർ ചെയ്യുന്നത്. കാനഡയ്ക്ക് വേണ്ടി ലാരൻ സ്കോർ ചെയ്യുന്നു, പകരക്കാരായിരുന്നു അദ്ദേഹം സ്കോർ ചെയ്യുന്നു. എന്നാൽ മത്സരത്തിൽ കാനഡയ്ക്ക് അവരുടെ ഏറ്റവും പ്രതീക്ഷയുള്ള സൂപ്പർ താരം അൽഫോൺസോ ഡേവിഡ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കാനഡ ഫുൾ ടീം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഫിനിഷിംഗ് കാര്യത്തിൽ കാനഡ ഇനിയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഗോൾ മുഖത്ത്, അതായത് ലാസ്റ്റ് ഫൈനൽ ബോക്സിൽ ഇഷ്ടംപോലെ ഗോൾ വരുന്നുണ്ട്. ഫിനിഷ് ചെയ്യുക എന്നുള്ളതിൽ കാനഡ വിമുഖത കാണിക്കുന്നു. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ വരും മത്സരങ്ങൾ കാനഡയ്ക്ക് എളുപ്പമാവില്ല. അതിഥേയരും കൂടെയാണ് കാനഡയിലാണ് ഇന്നലെ കളി നടന്നത്. കാനഡയുടെ ഈ ഫിനിഷിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ജൊനാഥൻ ഡേവിഡിനെ കുറിച്ച് പറയണം. ജുവന്റസിന്റെ സ്ട്രൈക്കർ കൂടിയായ ജൊനാഥൻ ഡേവിഡ്, അദ്ദേഹത്തിന് കിട്ടിയ അവസരങ്ങൾ, ഇന്നലെ എത്ര അവസരങ്ങളാണ് അദ്ദേഹം കിട്ടിയത്. അദ്ദേഹം അതൊന്നും ഗോൾ സ്കോർ ചെയ്തതേ ഇല്ല. അദ്ദേഹം ഒരു നിറം മങ്ങിയ പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ അദ്ദേഹത്തിന്റെ. ഡേവിഡിന്റെ കളി ഇന്നലെ മെച്ചമായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല. എന്തായാലും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തോന്നി, പറഞ്ഞ പോലെ തുടക്കം തൊട്ട് ഗ്രൗണ്ടും 720 റെസൊല്യൂഷനിലുള്ള വീഡിയോയും കാരണമായിരിക്കും കളി തുടക്കം തൊട്ട് കാണാൻ രസം ഉണ്ടായിരുന്നില്ല. 12രുടെ കളി കാണാതിരിക്കുമ്പോൾ കളി രസമില്ലെങ്കിൽ ആളുകൾ ഉറങ്ങിപ്പോകുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ സൈഡിലോട്ട് കളി, ഒരു സൈഡിലേക്ക് ബോൾ വന്നാൽ എല്ലാവരും ആ സൈഡ്, അടുത്ത സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും ആ സൈഡിൽ. ഏറ്റവും അവസാനം ബോസ്നിയയുടെ ഹാഫിലായി കളി, അപ്പുറത്താരും ഇല്ലാത്ത അവസ്ഥയാണ്. ബോസ്നിയയുടെ ഗോളി വരെ ഇറങ്ങി വന്നത്, കാരണം ഗോളി വരെ സെൻട്രൽ ലൈനിലോട്ട് ഇറങ്ങി വന്ന് ബോൾ അടിച്ചു കൊടുക്കുന്നു. ഭാഗ്യങ്ങൾ തന്നെ, ഒരുപാട് ഭാഗ്യമുള്ള അവസരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അത് ഡിഫെൻഡ് ചെയ്തത്. എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മത്സരം കാനഡയ്ക്ക് അനുകൂലമായേനെ. ആ ഗോളിൽ മാത്രം ഫസ്റ്റ് ഹാഫിൽ വീണ ആ ഗോൾ കൊണ്ട് മാത്രമാണ്. സെക്കൻഡ് ഹാഫിൽ കാനഡ ഗോൾ അടിച്ചതിന് ശേഷം ബോസ്നിയ ഫുള്ളായിട്ട് ഡിഫൻസിൽ ഊന്നിയുള്ളൊരു കളിയായിരുന്നു. എന്തായാലും 1-1 കാനഡയെ, ആതിഥേയരായ കാനഡയെ പിടിച്ചു കെട്ടിയിരിക്കുന്നു ബോസ്നിയ. രണ്ടുപേർക്കും ഓരോ പോയിന്റ് വീതം.